രണ്ടിന്റെ ശവ ഒഴുകി നടക്കും, പുഴയിലോ കടലിലോ. ഇങ്ങനെ ഒരു മകൾ ഞങ്ങൾക്ക് ജനിച്ചിട്ടില്ലെന്ന് മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യും. മനസ്സിലായോ? മനസ്സിലായോ എന്ന്? എൽസമ്മേ, പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തേക്ക് നിന്റെ പുന്നാര മോളോട്. അപ്പൊ പിന്നെ ഇവളും കൊച്ചും അവിടെ വന്ന് നിന്ന ആരും നേരെ പറഞ്ഞില്ലെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ കാണില്ലേ ഒരു ബാധ്യതയായിട്ട് ഇവളും മോളും അവിടെ നിൽക്കുകയാണെന്ന്. പപ്പിയുടെ കാര്യം എല്ലാവർക്കും അറിയില്ലല്ലോ. ആ ഒരു തോന്നൽ ഉണ്ടായാൽ തന്നെ പിന്നെ ഇവള് എന്താ ചെയ്താലും 100 കുറ്റമായിരിക്കും. വെറുതെ എന്തിനാ കൂട്ടുകുടുംബത്തിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്? അപ്പൊ പിന്നെ ശ്യാമയും മോളും അങ്ങോട്ട് പോകണ്ടെന്ന് തന്നെ ഞാൻ പറയും. സ്വന്തം അനുജത്തിയുടെ ജീവിതം നല്ല രീതിയിൽ ആവണമെന്ന് ആഗ്രഹിച്ചു പറയുന്നതാണോ, അതോ തന്നെ പോലെ തന്നെ ജീവിതം കളഞ്ഞു കുടിച്ചിട്ട് സ്വന്തം വീട്ടിൽ ഇതുപോലെ നിന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു പറയുന്നതാണോ? ഞാൻ പറഞ്ഞത് ഇവളുടെ നന്മയ്ക്ക് വേണ്ടിയാ. ഇതെങ്ങനെ നന്മയ്ക്ക് വേണ്ടിയാവും? ഇവളെ അവിടെ സംരക്ഷിക്കാൻ അവളുടെ കൂടെ പിറന്ന അവളുടെ സ്വന്തം ചേച്ചിയും കൂടെ ആ വീട്ടിലുണ്ടെന്ന് നീ ഓർക്കണം. എടി, വഴക്കും ബഹളവും കൂടാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായ അതിൽ പര സന്തോഷം ആ കുടുംബത്തിൽ വേറെ കിട്ടാനുണ്ടോ? ഞാൻ നിങ്ങൾ എല്ലാരോടും എപ്പോഴും പറയുന്നത് അതല്ലേ, ഒരു വീടിന്റെ സ്വസ്ഥതയും സമാധാനവും ആ വീട്ടിൽ കിട്ടണമെങ്കിൽ ആ വീട്ടിലെ പെണ്ണുങ്ങൾ വിചാരിക്കണം. കാരണം ചെറിയ ചെറിയ പരിഭവങ്ങളാണ് പിന്നീട് വലിയ വഴക്കുകളായി മാറുന്നത്. ഈ പരിഭവങ്ങൾ തുടങ്ങുന്നത് ആ വീട്ടിലെ പെണ്ണുങ്ങളിലൂടെയാണ്. ഇപ്പോഴത്തെ ഈ മാറിയ സാഹചര്യത്തിൽ ആരൊക്കെ എത്ര കാലം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഉള്ളിടത്തോളം കാലം എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയണമെന്ന് എൻ്റെ ആഗ്രഹം. ജീവിതം ആയുസൊക്കെ ഒരുപാട് ചെറുതായിക്കൊണ്ടിരിക്കുക. ഇന്ന് കാണുന്നവരെ നാളെ കാണാൻ പറ്റില്ല, അതാ അപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് ശ്യാമ, രോഹിത്തിനോട് നിനക്കുള്ള വഴക്കൊക്കെ മാറ്റിവെച്ച് സന്തോഷത്തോടെ കഴിയണം. ഞാനോ ശാലിനിയോ അമ്മയോ ഞങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കു പോലും ഇല്ല. അത് ഞാൻ ഉറപ്പുവരാം. പിന്നെ രോഹിത്തിനെ ഗൾഫിലേക്കൊന്നും വിടണ്ട. നമുക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും ബിസിനസ് ഒക്കെ നടത്താനുള്ള ഒരു വകുപ്പ് ഞാൻ തന്നെ ഉണ്ടാക്കി തരാം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നുള്ളൂ. അതെല്ലാം മനസ്സിലുറപ്പിച്ചിട്ട് ഞാനിപ്പോ വന്നേ. ഇവരെയൊക്കെ നന്നാക്കിയിട്ട് ഒരുമിപ്പിച്ചിട്ട് വിഷ്ണു അങ്ങോട്ട് പോവാ? കാശിക്കോ രാമേശ്വരത്തോ പോവാണോ? അല്ല, എവിടേക്കോ പോകുന്നെന്ന് പറഞ്ഞതുകൊണ്ടാ. എനിക്ക് ഒരു യാത്ര ഉണ്ടായിരുന്നു. വിഷ്ണു ഒരിടത്തേക്കും പോകുന്നില്ല. ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ആ വീട്ടിലെ വലിയേട്ടനായിട്ട് വിഷ്ണു അവിടെ തന്നെ ഉണ്ടാവും. നിർമ്മലേ, നല്ല 2 ചായ ഇങ്ങെടുത്തോ. വിരുന്നുകാരനായിട്ട് വരുന്നത് ചില്ലറക്കാരനല്ല. മഹേന്ദ്ര സാർ ഇല്ലേ സ്വാമി? ആ ഉണ്ട്, കാത്തിരിക്കുകയായിരുന്നു. വരൂ. ഒരു കാര്യം ഏറ്റാ പിന്നെ അത് നടപ്പിലാക്കുന്നതുവരെ എനിക്ക് ഉറക്കമില്ല. പ്രത്യേകിച്ച് മഹേന്ദ്രൻ സാറിനെ പോലുള്ള നല്ല ആളുകൾക്ക് വേണ്ടി ആവുമ്പോ ഒരു പൊടിക്ക് ആത്മാർത്ഥതയും കൂടും. ആ ആത്മാർത്ഥത കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ വല്ല ഗുണമുണ്ടോ? അതാണ് ആദ്യം അറിയേണ്ടത്. അത് പിന്നെ ഇല്ലാതിരിക്കോ? താനിരിക്കേ.
പരുത്തിക്കുന്നിലെ കുടിയൊഴിപ്പിക്കൽ പ്രശ്നം. അതാണ് മഹേന്ദ്രൻ സാറിനെ അലട്ടുന്ന ഇപ്പോഴത്തെ പ്രശ്നം എന്ന് എനിക്കറിയാം. അതിനൊരു ചെറിയ പരിഹാരമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ മേശയ്ക്കുള്ളിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന ഫയലായത്. പരുത്തിക്കുന്ന് കോളനി പുറമ്പോക്ക് ഭൂമിയാണെന്ന് തെളിയിക്കുന്നതായി കാഹളം കുമാരൻ കണ്ടെത്തിയ എല്ലാ രേഖകളും അടങ്ങിയ ഫയലാണിത്. ഇത് ഞാനിങ്ങ് ചൂണ്ടി. വെരി ഗുഡ്. ചായ. ജോണേ താൻ ആ ചായ കുടിക്കേ. ഏട്ടാ അവിടെ വെച്ചാ മതി. ജോണേ സംഗതി ഇത് തന്നെയാ. ഇതിന്റെ ബലത്തിൽ ആ ചാൻസിയറാണ് ഇവിടെ ഉഴുതുമറിക്കാൻ വേണ്ടി വന്നത്. ഇനി ഇത് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അവളുടെ നാവിന് കൂച്ചുവലം കിട്ടതുപോലെ ആവും. സ്വാമി ഇത് നോക്കിയേ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രം ആവരുതല്ലോ. എന്തെങ്കിലുമൊക്കെ സഹായം ഒപ്പം നിൽക്കുന്നവർക്കും ചെയ്യണ്ടേ? അത് മാത്രം നമ്മുടെ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പക്ഷെ സാറിന് അറിയാലോ എന്റെ ഒരു രീതി. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ ജോലി കൊണ്ട് എന്താണ് ഒരു നേട്ടം? ഇതിനുള്ള നേട്ടം അക്കൗണ്ടിലോട്ട് അറിഞ്ഞു തന്നെ അങ്ങ് ഇട്ടേക്കാം.